അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, CH മുസ്തഫയുടെ സഹാബിമാരെ സംബന്ധിച്ചുള്ള പരാമർശം വസാബിഖൂനൽ അവ്വലൂൻ എന്ന സൂറത്ത് തൗബയിലെ ആയത്തിൻ്റെ വെളിച്ചത്തിൽ മുസ്തഫ തട്ടിവിട്ടിട്ടുള്ള ചില സംഗതികളാണ് കഴിഞ്ഞ 1-2 എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. അതിൽ മുസ്തഫ പറയുന്ന ഒരു സംഗതി സഹാബിയെ അംഗീകരിക്കേണ്ടതില്ല, പിന്തുടരേണ്ടതില്ല എന്നതാണ്. എന്ന് മാത്രമല്ല, സഹാബിമാർക്കൊക്കെ വലിയ അബദ്ധങ്ങൾ, തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. അതാർക്കാണ്? മുഹാജിർ അൻസാറുകൾ ഖുർആൻ പ്രത്യേകം വിശേഷിപ്പിക്കുകയും പിന്തുടരണമെന്ന് സത്യവിശ്വാസികളോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള മുഹാജിർ അൻസാറുകൾ, അവരിൽ തന്നെയുള്ള അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആളുകൾക്ക് വലിയ അബദ്ധങ്ങൾ, തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ്. കാരണം തെറ്റ് പറ്റിയത് സഹാബിമാർക്കൊക്കെ പറ്റിയ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യാനുള്ള ബുദ്ധിയും കൗശലവും ഒക്കെ തനിക്കാണുള്ളത്. തനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നതാണ് മുസ്തഫയുടെ വിചാരവും അയാളുടെ പ്രചരണവും. അതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ തെറ്റുപറ്റി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞത് എവിടെയാണ്? ഖുർആൻ പറയുന്നത് യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. അതായത് നിങ്ങൾ വിട്ടേച്ചു പോകുന്ന സമ്പത്ത് നിങ്ങളുടെ മക്കൾക്ക് ഉപകാരപ്പെടണം, അവർക്കുള്ളതാണ്. അനന്തര സ്വത്ത് എന്നുള്ളവർക്ക് അവർക്കാണ് ഇതിൻ്റെ അവകാശം എന്നതാണ് ഖുർആൻ പറയുന്നത്. യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഒരു മകളാണുള്ളതെങ്കിൽ ഫൈൻകാനത്ത് വാഹിദത്തൻ ഫലഹന്നസ്, സമ്പത്തിൻ്റെ പകുതി ഉണ്ടാവും എന്നാണ്. ഭാര്യമാർക്കോ? മരിച്ച ആൾക്ക് മക്കളുണ്ടെങ്കിൽ ഭാര്യമാർക്ക് 8-1. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന ഫദക്ക് എന്ന ഭൂമി, അതിൽ നിന്നുള്ള വരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് അത് തൻ്റെ ഭാര്യമാരുടെ ചെലവിനെടുക്കും, ബാക്കിയുള്ളത് പൊതു ഖജനാവിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ഈ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിൻ്റെ ശേഷം നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. അദ്ദേഹമാണല്ലോ ഖലീഫ. എന്നിട്ട് പിതാവിൻ്റെ വാപ്പയുടെ സമ്പത്ത് തനിക്ക് തരണം എന്ന് അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഖലീഫയോട് ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ലാ നൂറസ്, ഞങ്ങൾ പ്രവാചകന്മാരെ അനന്തരമെടുക്കാവതല്ല, ഒമാ തറക്കിനാഹു സദഖത്തുൻ, ഞങ്ങൾ വിട്ടേച്ചു പോകുന്ന സമ്പത്ത് അത് പൊതുസമൂഹത്തിനുള്ള സദക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളെ ഏൽപ്പിക്കാൻ എനിക്ക് നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തിരുന്നത് അതനുസരിച്ച് ഇതിൽ നിന്നുള്ള വിഹിതം ഞാൻ നിങ്ങൾക്ക് നൽകും എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് യാതൊരു മറുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പറ്റിയ തെറ്റെന്താണ്? മുസ്തഫ പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്ത് ഫാത്തിമക്ക് അവകാശപ്പെട്ടതാണ്, അത് അവർക്ക് കൊടുത്തില്ല. എന്നാൽ ഈ ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത തെറ്റ് മുസ്തഫയേക്കാൾ തിരിയേണ്ടിയിരുന്നത് ഫാത്തിമക്കാണല്ലോ. ഫാത്തിമക്ക് അങ്ങനെ മനസ്സിലായില്ല. അവരുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിനും മനസ്സിലായില്ല. അലി റളിയല്ലാഹു അൻഹു ഇവരുടെ ഭാഷ്യമനുസരിച്ച് അദ്ദേഹം തഖിയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടവ് നയം സ്വീകരിച്ചു എന്ന് പറയേണ്ടി വരും.
അപ്പം അലി റളിയല്ലാഹു അൻഹു നേരത്തെ ധീരനും ശൂരനും പരാക്രമിയുമൊക്കെ ആയിരുന്ന അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ തനി എലിയെപ്പോലെയായി എന്നാണല്ലോ അവർ പറയുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ഏറ്റവും ചുരുങ്ങിയത് അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയണ്ടേ, ഇത് താങ്കൾ പറയും പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്ത് സ്വത്ത് നബിയുടേതാണ്, നബിയുടെ മകൾ ഫാത്തിമക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് പകുതി ഫാത്തിമക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്യൂല അവിടുന്ന്. ബാക്കിയുള്ളതൊക്കെ മുസ്തഫ വിശ്വസിക്കുന്ന റാഫിളി മദ്ഹബിൻ്റെ കാഴ്ചപ്പാടുകളാണ്. മാത്രമല്ല ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റി എന്നാണ് മുസ്തഫ പറയുന്നത്. തെറ്റുപറ്റിയത് ഫാത്തിമക്ക് അവകാശപ്പെട്ട നബിയുടെ സ്വത്ത് കൊടുത്തിലാണല്ലോ. ഈ ഫാത്തിമക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുത്തില്ല എന്നുള്ളത് ഹദീസിലുള്ള പരാമർശമാണ്. അപ്പോൾ ആ ഹദീസ് മൊത്തത്തിൽ മൂപ്പർക്ക് സ്വീകാര്യമല്ല. എന്നാൽ മൂപ്പർക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഹദീസ് സ്വീകാര്യമാണ്. എന്നാൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വത്ത് കൊടുത്തില്ല എന്നുള്ളത് ആരാ പറഞ്ഞത്? ഈ ഹദീസൊക്കെ ബുഖാരിയും മുസ്ലിമും ഒക്കെ എഴുതി ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഇതാട് തള്ളിയാൽ പിന്നെ ഫാത്തിമക്ക് സ്വത്ത് കൊടുത്തില്ല എന്ന് എവിടുന്നാ കിട്ടുക? എങ്കിൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്താൻ മുസ്തഫക്കുള്ള ന്യായീകരണം എന്താണ്? പിന്നെ പറയുന്ന ഒരു കളവ് എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ രോഗിണിയായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അവരോട് മാപ്പ് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖേദം പ്രകടിപ്പിച്ചു. എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ രോഗശയ്യയിൽ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? മോളെ ഫാത്തിമ, ഞാൻ അങ്ങനെയൊക്കെ അന്ന് ഈ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണം എന്നാണോ? അങ്ങനെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ രീതിയിൽ മാപ്പ് പറഞ്ഞതായിട്ട് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? യഥാർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗിയായി ഫാത്തിമ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുമ്പോൾ അവരെ വീട്ടിൽ പോയിട്ടുണ്ട്. പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമയെ കാണാൻ ഉള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ടിട്ട് ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്, നിന്നെ കാണാനാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് താങ്കളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ, എനിക്കത് ഇഷ്ടമാണ്, എന്നാൽ പിന്നെ സമ്മതം കൊടുത്തേക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് ഏതോ വിധത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് ഒരു കലിപ്പുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിന് കാരണം ഈ ഒരു സംഭവം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്ത് തനിക്ക് അവകാശപ്പെട്ടതല്ല എന്നും അത് മുസ്ലിംകൾക്കുള്ള സദക്കയാണെന്നുള്ള കാര്യം ഫാത്തിമ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സഹാബിമാരും കേൾക്കുന്നില്ല. അത് പറയുന്ന സമയത്ത് നബിൻ്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് അവരെ അത് കേൾക്കുള്ളൂ. അത് പിന്നെ ആളുകൾ അറിയാണ് ചെയ്യുക സന്ദർഭം വരുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ പേരിലാണ് അവർക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ ചില മനപ്രയാസം ഉണ്ടായിരുന്നത് എന്നതുപോലും ഹദീസിലോ ചരിത്രത്തിലോ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണ്. മറ്റൊരു സാധ്യത ഉള്ളത് ഖിലാഫത്ത്, അധികാരം എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹു അതിനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ എന്ന് മാത്രമല്ല നബി കുടുംബത്തിനാണ് അതിന് അവകാശം എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് അവർക്ക് കിട്ടാത്തതിലുണ്ടാവാം അങ്ങനെ ഒരു വിഷമം. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു അധികാരം കൊതിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ, നബി ഏറ്റവും ഇഷ്ടപ്പെട്ട മകൾ എന്നുള്ളവർക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ രോഗശയ്യയിൽ കിടക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് അവരുടെ ഒരു സംതൃപ്തി കൂടി നേടിയെടുക്കുക എന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെയുള്ളൊരു കാര്യം എന്നുള്ളവർക്കാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചെന്ന് കാണുന്നതും. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനോട് സംഗതി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് പറഞ്ഞു. ഫാത്തിമ അലിയോട് ചോദിച്ചു താങ്കളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു, സംസാരിച്ചു. തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് രണ്ടാളും വളർന്ന് പിരിഞ്ഞു പോണത്. പിന്നീട്
ഒരു കൂട്ടർക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പോൾ ഈ ഒളിഞ്ഞു കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന വർണ്ണങ്ങൾ മാന്തി പൊളിച്ച് അനാവശ്യമായിട്ട് ആളുകളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും അള്ളാഹു മഹത്വപ്പെടുത്തി പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിലെ മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ള ആളുകളുടെ നേരെ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മുഅ്മിനുകളുടെ മുസ്ലിങ്ങളുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു പണി എന്നുള്ളതല്ലാത്ത മറ്റൊരു നേട്ടവും ഈ CH മുസ്തഫൻ്റെ ഇതുപോലുള്ള മാന്തിപ്പൊളിക്കൽ കൊണ്ട് വർണ്ണം മാന്തിപ്പൊളിക്കൽ കൊണ്ട് ഒരു കാര്യമില്ലാനുള്ളതാണ്. മുസ്തഫക്ക് അതൊക്കെ ചെയ്യേണ്ടതുണ്ട്. കാരണം താൻ വലിയൊരു ചിന്തകനും അതുപോലെ തന്നെ പൂർവ്വകാല പണ്ഡിതന്മാരെക്കാളൊക്കെ വലിയ വിവരമുള്ള ഒരു മഹാപണ്ഡിതൻ, മറ്റുള്ളവർക്കൊന്നും ഇത് മനസ്സിലായില്ല എന്നൊക്കെ വരുത്തി തീർക്കേണ്ടത് മൂപ്പരുടെ ആവശ്യമാണ്. ഇതൊക്കെ താൻ സ്വയം കണ്ടെത്തുന്ന സംഗതികളാണെന്നുള്ളതിനാണ് മൂപ്പർ ഇത് അവതരിപ്പിക്കണമെങ്കിലും ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം സമൂഹം കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ള വിഷയങ്ങളാണ്. കാരണം ഷിയാക്കളിലെ മൊത്തം തന്നെ ഷിയാക്കൾ ഇത്തരത്തിലുള്ള സംഗതികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വിശേഷിച്ചും അവരിലെ റാഫിളികൾ, അതുപോലെ തന്നെ ഈ 12 ഇമാമുകളെ അംഗീകരിക്കുന്ന ഇസ്നാ അശരിയ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇമാമിയ്യ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ. അവരുടെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ അത് ഏറ്റുപിടിക്കുക പറയാന്നുള്ള ഒരു ഭാഗത്ത് സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള സംഗതികളാണ് മുസ്തഫ പറയുന്നത് എന്നതോടൊപ്പം തന്നെ ഷീഈ കാഴ്ചപ്പാടിൽ ഉള്ള ഇത്തരം സംഗതികൾ കൂടി പറഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തിൽ വസ്വാസം ഉണ്ടാക്കുക, അവരുടെ മനസ്സിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത അനുചരന്മാരെ സംബന്ധിച്ചൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി തീർത്താൽ പിന്നെ ഈ ഹദീസ് ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇസ്ലാമെന്ന് മാറിയെന്നോളും. ഈ ഒരു തന്ത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഇസ്ലാമിനോട് താല്പര്യമുള്ള ആളുകളുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല എന്നും എല്ലാവരും ഇതിൻ്റെ നേരെ പൊട്ടന്മാരാണ്, അവർക്കാരും ഇത് മനസ്സിലാവില്ല എന്നുള്ള ഒരു ധാരണ മുസ്തഫക്കുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തുന്നത് മുസ്തഫക്കും നല്ലത് തന്നെയാണ്. കാരണം ഇതൊക്കെ എവിടെ നിന്നാണ് മുസ്തഫ കണ്ടെടുക്കണതെന്നും ആരാണ് ഇതിൻ്റെയൊക്കെ ആളുകൾ വക്താക്കൾ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ആ കൂട്ടത്തിൽ ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു കളവും കൂടി പറഞ്ഞിട്ടിയാൽ അത് കുറച്ചുകൂടി ആളുകൾക്ക് സ്വീകാര്യമാവും. കാരണം നബി സല്ലല്ലാഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്, നമ്മൾക്കാണ് ഖേദമില്ലാത്തതെന്നൊക്കെയാണ് മൂപ്പർ തട്ടിവീണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും താൻ സ്വീകരിച്ച ഈ നിലപാടിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനത്തിൻ്റെ പേരിൽ താൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാടിൻ്റെ പേരിൽ ഒരിക്കലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. അത് അദ്ദേഹം വളരെ വ്യക്തമായി നബിയിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. നബി പറഞ്ഞൊരു സംഗതി നടപ്പ് വരുത്തിയതിൻ്റെ പേരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഥ ഉണ്ടാവില്ല. അപ്പോൾ അത് മുസ്തഫ പറയുന്ന ഒരു കളവ് മാത്രമാണ്. ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മുസ്തഫ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മുസ്തഫയുടെ ദൗത്യം. നടക്കട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ.